ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നീച്ചപ്പോൾ തന്നെ ഒരു ഉഷാറില്ല കേട്ടോ. കാരണം ഒരു ഏകാന്തത ആരും ഇല്ലാത്തതുകൊണ്ട് മയമ്പ രാവിലെ നീച്ച് പോയിക്കണം. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റക്കാണ് എന്താ ഇപ്പോൾ കടി ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് സ്റ്റോർ റൂമിൽ പോയപ്പം റവ കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, ഇത് മതി വിചാരിച്ചു. പിന്നെ വലിയ ഉള്ളി എടുത്തു, ഉപ്മാവിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു. ഒരു വെറൈറ്റി ഉപ്മാവ് കേട്ടോ. കാരണം മുട്ടയൊക്കെ ഉണ്ട്, മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറുണ്ട്, പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ പൊട്ടച്ചട്ടി എടുത്തത് കേട്ടോ. നല്ല ചട്ടിയൊന്നും എടുത്തില്ല, കാരണം ഞാനല്ലേ, അത് സാറില്ല. വെളിച്ചെണ്ണ ഒഴിച്ചു, ബട്ടർ ഒഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഫ്രിഡ്ജിൽ നിന്ന് ബീഫ് കുറച്ചുണ്ട്, കുറച്ച് എല്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ വെള്ളത്തിലിട്ടു. എല്ല് കുറച്ച് കപ്പ വാങ്ങിയിരുന്നു. അപ്പോൾ അത് കൂടെ എല്ലും പൂളൊക്കെ ഇട്ട് വെക്കാൻ വിചാരിച്ചു. അങ്ങനെ ഈ ബട്ടർ ഇട്ടാൽ എന്താ ഗുണം എന്നറിയോ? എണ്ണയുടെ കളർ കാണാൻ ഒരു ബ്രൗൺ കളറാവണം, ഒരു കരിഞ്ഞ കളറാവണം. അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഇട്ടു. ക്യാമറയും പിടിച്ച്, പിന്നെ വെല്ലുള്ളി, ക്യാരറ്റ്, അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ പറയാൻ കുറച്ച് പാടാണ് കേട്ടോ. ഒരു കയ്യിൽ ക്യാമറയും ഒരു കൈ കൊണ്ട് സാധനങ്ങളും ഇടണം, ഇളക്കും വേണമെന്ന് വെച്ചാൽ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് ഉപ്മാവ് ഉണ്ടാക്കുകയാണ്. കുറച്ച് ഉപ്പൊക്കെ ഇട്ടു, എല്ലാതും ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോവാൻ. ഒന്ന് ടൗണിൽ പോകണം, അമ്മൂൻ്റെ വീട്ടിലേക്ക് പോകണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ ഉപ്പാക്ക് ഫുഡും ഉണ്ടാക്കണം. ഉപ്പാക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. ചിലപ്പോൾ ഇപ്പോൾ വന്നാലോ ഉച്ചയ്ക്ക്. അപ്പോൾ ഇപ്പാനെ ഒന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ, കുറച്ച് പാത്രം അതന്നെ ഉള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഇപ്പാക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് വേണം പോകണമെങ്കിൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചോറും ബീഫും പൂളി, എല്ലും പൂളിയും അത് മതി. എനിക്ക് പിന്നെ കറിയൊന്നും ആവശ്യമില്ല ഇപ്പാക്ക്. അതുണ്ടെങ്കിൽ പിന്നെ കറിയുടെ ആവശ്യമില്ല, അറിയലുണ്ട്. അങ്ങനെ റവയുടെ കൂടെ തന്നെ ഞാൻ എന്താ ചെയ്തെന്നറിയോ, പൊട്ടുകടലിട്ടു, മുട്ട ഇട്ടു. ഇതൊരു വെറൈറ്റി ഉപ്മാവാണെന്ന് പറഞ്ഞില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ടല്ലോ, ഇളക്കി വരുമ്പോഴുള്ള ആ ഒരു മാറ്റം കണ്ടില്ലേ. ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ബട്ടർ ഇട്ടിട്ടാണോ എന്നറിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പ്ലേറ്റിലാക്കി കൊണ്ടുവന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നല്ല സോഫ്റ്റാണ്, നല്ല രസമുണ്ട്. പക്ഷേ ഒരു പൊട്ടത്തരം ചെയ്തു കേട്ടോ. കണ്ടോ, ചട്ടിയൊക്കെ കരിഞ്ഞിക്കണു. ഇനിയിപ്പോൾ അതൊക്കെ കഴുകണം. ചായക്ക് വെള്ളം വെച്ചു. പൊട്ടത്തരം ചെയ്തു എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പൊട്ടുകടല കൂടെ ഇട്ടു. ശരിക്ക് ഉപ്മാവ് ആയതിന് ശേഷമുള്ള പൊട്ടുകടല ഇടാൻ പറ്റുള്ളൂ. ഞാൻ ഒക്കത്തിൻ്റെ ഒപ്പം തന്നെ എല്ലാണ്ട് ആഡ് ചെയ്തു. പിന്നെ ഞാൻ ടി വിയൊക്കെ കണ്ട് ഉപ്മാവ് അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു, നല്ല രസം. അതാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിച്ചിരുന്നത്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ പറയാൻ, ഉപ്മാവ് ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രം പൊട്ടുകടല ഇടുക. അല്ലെങ്കിൽ അത് പൊട്ടുകടല കടിക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടണില്ല. എന്തായാലും ഞാൻ അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേപ്പില മാത്രമേ ബാക്കി വെച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബീഫ് നുറുക്കി, അതിലേക്കുള്ള സാധനങ്ങൾ നുറുക്കി, ചെറിയൊരു പകുതിയുള്ളൊരു കപ്പയുടെ പകുതിയുള്ളൂ ഞാൻ എടുത്ത്. പാത്രങ്ങൾ കഴുകി, ക്യാരറ്റ് വെള്ളത്തിലിട്ടു. വന്നിട്ട് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചിട്ട് പിന്നെ ഒക്കെ ക്ലീനാക്കി, വീതനയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു. എന്നിട്ട് പോയി കുളിച്ച് ഡ്രസ്സ് മാറ്റണം. അതിൻ്റെ ഇടയിൽ ബീഫ് വെന്തു, കപ്പ നുറുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ മാറ്റിയിട്ട് പോവാൻ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ടേബിൾ വെച്ചു. ചോറായി, ഇറച്ചിയും പൂളി അങ്ങനെ പറയാല്ലേ. അത് അടിപൊളിയായിക്കണം കേട്ടോ, നല്ല വെന്തുക്കണം കേട്ടോ ആ പൂള. പിന്നെ ഫ്ലാസ്കിൽ വെള്ളം വെച്ചു. ഞാൻ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുകയാണ് മഴ പെയ്യുന്നുണ്ടോയെന്ന്. ഇല്ല. അപ്പം ഞാൻ വേഗം പോട്ടെ. അങ്ങനെ ഞാൻ പോകുമ്പോൾ എപ്പോഴും എല്ലാവരും പറയും ഷൂ കൊട്ടിയിട്ടിടണമെന്ന്. എപ്പോഴാണ് എനിക്ക് പണി കിട്ടുക എന്നറിയില്ല കേട്ടോ. അങ്ങനെ ഇടലാണ് നോക്കാതെ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ടോ. ഞാൻ പക്ഷേ വേഗം തിരിച്ചു വന്നു കേട്ടോ. തിരിച്ച് വരണം വിചാരിച്ചിട്ട് തന്നെ പോയത്. വന്നപ്പം ഇപ്പോൾ ഉണ്ടായിരുന്നു ഇവിടെ, മയപ്പം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ പിന്നെ വേഗം മുട്ടയും പഴവും പുഴുങ്ങി. ഇപ്പൊക്കെ നല്ല കടുപ്പം വേണം ചായക്ക്. മുട്ട വേണ്ട, ഗ്യാസ് കയറുള്ളൂ പറഞ്ഞു. അപ്പോൾ പിന്നെ പഴം മാത്രമേ ഇപ്പോൾ കഴിച്ചുള്ളൂ. മുട്ടയും ചായയും ഞാൻ കുടിച്ചു, പഴവും ചായയും ഇപ്പയും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ വെള്ളത്തിലിട്ടിരുന്ന ക്യാരറ്റ് നുറുക്കി അതിനെ ജ്യൂസ് അടിച്ചു. വലിയൊരു ജാർ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ട് പാക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോഴേ തല്ലിയില്ലാന്ന് മാത്രം. ഇപ്പോഴല്ലേ ഞാൻ പഴവും ചായയും കുടിച്ചത് തരുന്നു. അപ്പം പിന്നെ പറഞ്ഞു കുഞ്ഞി ഗ്ലാസ്സിൽ തരാമായിരുന്നു. അപ്പോൾ ഒന്നും മുണ്ടിയതൊന്നുമില്ല. പിന്നെ ഈ ഗ്ലാസ്സിൽ ഞാൻ തന്നെ കുടിച്ചു, പാവല്ലേ വിചാരിച്ചിട്ട്. കാരണം ഇത് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് കുടിച്ചിട്ട് ഞാൻ അവിടെ വെച്ചു. പിന്നെ
മൈൻപാക്ക് ഒരു ചെറിയ ഗ്ലാസ്സിലും കൂടി ഒഴിച്ച് കൊടുക്കാൻ വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഓരോ കാഴ്ചകൾ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ജ്യൂസ് വാങ്ങി കുടിച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും പറഞ്ഞില്ല. നല്ല തണുപ്പുണ്ട്, അതാണ്. അപ്പോൾ എപ്പോഴും ശ്വാസം മുട്ട് അധികമായ പിന്നെ ഞങ്ങൾ രണ്ടാളും പെടും. കാരണം രാത്രി പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ കുഴപ്പം തന്നെയാണ്. ഓരോ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് ഞങ്ങളങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നുമല്ല പറയണത് കേട്ടോ. ഓരോ കോമഡി ഇങ്ങനെ പറയാണ്. ഞാൻ പറയണതിനൊക്കെ ഇപ്പോൾ ജ്യൂസ് ആസ്വദിച്ച് കുടിച്ച് ഗ്ലാസ് കാലിയാക്കിട്ടോ. കണ്ടില്ലേ, ഇഷ്ടമായിക്കൊള്ളു. അങ്ങനെ പണ്ട ചായയും ജ്യൂസും പഴവും ഒക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ജ്യൂസ് അത് കുടിച്ച് തീർക്കട്ടെ. അതും കഴിഞ്ഞ് ഞാനിപ്പോൾ സംസാരിച്ച് സിറ്റൗട്ടിൽ ഇരിക്കുമ്പോഴുണ്ട് കാജ വണ്ടി കൊണ്ട് വരുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ. ഇന്നിപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റയൊക്കെ കാണിച്ചിട്ടുണ്ട് കാജ. ഓക്കെ.